നമസ്കാരം. കേരള സർവകലാശാലയിൽ ഇപ്പോൾ ആർക്കും ജോലി ചെയ്യാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ അതിന് പ്രത്യേക ക്വാളിഫിക്കേഷൻ ഒന്നും കേരള സർവകലാശാലയ്ക്ക് വേണ്ട എന്നാണ് സർക്കാരിന്റെ ഓരോ ദിവസത്തെയും നടപടികളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പണ്ടൊക്കെ നെറ്റും എംഫിലും PGയും ഒക്കെ കഴിഞ്ഞ് സർക്കാരിന്റെ അധ്യാപക പരീക്ഷയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അധികൃതർ സർവകലാശാലയിൽ അധ്യാപക ജോലിക്കായി നമുക്ക് ലെറ്ററൊക്കെ തരുന്നത്. എന്നാൽ നിലവിൽ ആവശ്യമുള്ള യോഗ്യത അനുസരിച്ച് എന്താണെന്നാൽ CPMന്റെ ഒരു മെമ്പർഷിപ്പ് മാത്രമുണ്ടായാൽ മതി. കേരള സർവകലാശാലയിൽ ഇനി അനായാസം ഉന്നത പദവിയിൽ ജോലി കിട്ടും. അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. നിലവിൽ 50ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഷിജു ഖാനെ എന്തടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ വിദഗ്ധൻ എന്ന നിലയിൽ സർക്കാർ നിർദ്ദേശം ചെയ്തത്? യാതൊരു അധ്യാപന പരിചയവും ഇല്ലാത്ത ഒരു വ്യക്തിയെ ഇന്റർവ്യൂ ബോർഡിൽ നിയമിക്കുന്നത് വിദ്യാഭ്യാസമില്ലാത്ത അധ്യാപകരെ നിയമിക്കാനുള്ള നീക്കത്തിന്റെ ആദ്യ പടിയാണ്. ഇതിപ്പോൾ സർക്കാർ കാണിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസമുള്ള പരിചയമുള്ള അധ്യാപകരെ നോക്കി ഷിജു ഖാൻ കൊഞ്ഞനം കുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. എവിടെയോ കിടക്കുന്ന ഒരുത്തിനെ പിടിച്ച് ഒരു പാർട്ടി കൂടിയും പിടിച്ച് നടക്കുന്ന ഒരുത്തിനെ പിടിച്ചിട്ട് വിദ്യാഭ്യാസത്തിന്റെ ABCD പോലും അറിയാത്ത ഒരാളെയാണ് ഇപ്പോൾ സർവകലാശാലയിലേക്ക് പിടിച്ചിരുത്തിയിരിക്കുന്നത്. കേരള സർവകലാശാലയിൽ പുതിയതായി ആരംഭിച്ചിരിക്കുന്ന 4 വർഷ ബിരുദ കോഴ്സിൽ പഠിപ്പിക്കുവാൻ ഗസ്റ്റ് അധ്യാപകരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഇന്റർവ്യൂ ബോർഡിലാണ് സിൻഡിക്കേറ്റ് സ്റ്റാഫ് കമ്മിറ്റി കൺവീനറും DYFA കേന്ദ്ര കമ്മിറ്റി അംഗവുമായ JS ഷിജു ഖാന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ റാങ്ക് പട്ടിക ഹൈക്കോടതി ജസ്റ്റിസ് N നഗരേഷ് റദ്ദാക്കി കളഞ്ഞത്. ഒരർത്ഥത്തിൽ ഹൈക്കോടതി തന്നെ പിണറായി സർക്കാരിനെ പിടിച്ച് എയറിൽ നിർത്തുകയായിരുന്നു. ഒരുപാട് ചോദ്യങ്ങൾ ഹൈക്കോടതി തന്നെ സർക്കാരിനോട് ചോദിച്ചിട്ടുണ്ട്. ഇന്റർവ്യൂ കമ്മിറ്റി ചെയർമാനായി VC നിർദ്ദേശിച്ച സീനിയർ വനിതാ പ്രൊഫസറെ ഒഴിവാക്കിയാണ് സിൻഡിക്കേറ്റ് ഷിജു ഖാനെ ഇന്റർവ്യൂ ബോർഡിൽ തിരികെ കയറ്റിയത്. UGC നിബന്ധന പ്രകാരം VCയോ സീനിയർ പ്രൊഫസർ പദവിയിലുള്ള VC ചുമതലപ്പെടുത്തുന്ന അധ്യാപകനോ ആയിരിക്കണം ഇന്റർവ്യൂ ബോർഡിന്റെ ചെയർമാൻ ആകേണ്ടത്. സ്ഥിരം അധ്യാപക നിയമനത്തിനുള്ള എല്ലാ വ്യവസ്ഥകളും യോഗ്യതകളും ഗസറ്റ് നിയമങ്ങളിലും പാലിക്കണമെന്ന് UGC വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. മുൻകാലങ്ങളിൽ VCക്ക് പകരം VCയാണ് ഗസറ്റ് അധ്യാപക ഇന്റർവ്യൂ ബോർഡിൽ അധ്യക്ഷനാവുക. ഇപ്പോൾ PVC അതായത് പ്രോ വൈസ് ചാൻസലറാണ് പദവി ഒഴിഞ്ഞു കിടക്കുന്നത് കൊണ്ട് VCയോ അല്ലെങ്കിൽ VC ചുമതലപ്പെടുത്തുന്ന സീനിയർ പ്രൊഫസറോ സംസ്ഥാനത്തെ മറ്റു സർവകലാശാലകളിൽ അധ്യക്ഷ വഹിക്കുന്ന രീതി പിന്തുടരുമ്പോഴാണ് കേരള സർവകലാശാലയിൽ DFI നേതാവിനെ സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനാക്കാൻ സിൻഡിക്കേറ്റ് തീരുമാനിച്ചത്. വെറുതെ മുൻകാലങ്ങളിൽ വൈസ് ചാൻസലർ ഒന്നും ഇല്ലാത്ത സമയത്ത് പ്രോ വൈസ് ചാൻസലറായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇതിൽ ഒരു അധ്യക്ഷ വഹിക്കുന്നുണ്ട്. അധ്യക്ഷ സ്വാഭാവികമായിട്ട് വഹിക്കും. അങ്ങനെയാണ് നിയമം. VC ഉണ്ടെങ്കിൽ VCയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അധ്യാപകരായ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇന്റർവ്യൂ ബോർഡിൽ പങ്കെടുക്കുന്നത് UGC വിലക്കിയിട്ടുണ്ട്. യാതൊരു അധ്യാപന പരിചയവുമില്ലാത്ത ഒരാൾ അധ്യാപകരുടെ ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടാകുന്നത് UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. 50ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഷിജു ഖാനെ വിദ്യാഭ്യാസ വിദഗ്ധൻ എന്ന നിലയിൽ സർക്കാർ കേരള സിൻഡിക്കേറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് രാഷ്ട്രീയം മറിയാക്കി അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള ആസൂത്രണമായ നീക്കമാണ് ഇതിന് പിന്നിലെന്നും UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമായ ഇന്റർവ്യൂ തടയണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകിയിരുന്നു. സിൻഡിക്കേറ്റ് റാങ്ക് പട്ടിക അംഗീകരിച്ചുവെങ്കിലും UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി VC ഗവർണറുടെ അനുമതി തേടിയിരിക്കുകയാണ്. അതിനിടെയാണ് പട്ടിക റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ്. ഗസ്റ്റ് അധ്യാപക നിയമനത്തിന് 500ഓളം പേരാണ് അപേക്ഷകരായി ഉണ്ടായിരിക്കുന്നത്. നിയമിക്കപ്പെടുന്നവർക്ക് 4 വർഷ ബിരുദ കോഴ്സിന്റെ നിലവിലെ ബാച്ച് പൂർത്തിയാക്കുന്നത് വരെ തുടരാനാകും. ഗസ്റ്റ് അധ്യാപന പരിചയം ഭാവിയിൽ റെഗുലർ നിയമനത്തിനുള്ള മുൻപരിചയമായി കണക്കിലെടുക്കാനാവും. ഇപ്പോൾ 16 ഒഴിവുകളിലേക്കാണ് നിയമനമെങ്കിലും 4 വർഷത്തിനുള്ളിൽ 50ഓളം പേരെ സർവകലാശാലയിൽ നിയമിക്കേണ്ടി വരും. 75,000 വരെ പ്രതിമാസം ശമ്പളമായി ലഭിക്കും. കേരള സർവകലാശാല ക്യാമ്പസിൽ നേരിട്ട് നടത്തുന്ന ബിരുദ കോഴ്സിന്റെ പരീക്ഷകളുടെ നടത്തിപ്പിന്റെയും ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിന്റെയും ഇന്റേണൽ മാർക്ക് നൽകുന്നതിന്റെയും മൂല്യനിർണ്ണയത്തിന്റെയും പൂർണ്ണ ചുമതല പുതിയതായി നിയമിക്കപ്പെടുന്ന അധ്യാപകർക്ക് ആയതുകൊണ്ട് തന്നെ തങ്ങൾക്ക് സ്വാധീനമുള്ളവരെ അധ്യാപകരായി നിയമിക്കുക എന്ന ലക്ഷ്യമാണ് DYFI നേതാവ് ഇന്റർവ്യൂ കമ്മിറ്റിയുടെ ചെയർമാനായി നിയമിച്ചതിന് പിന്നിലെന്നാണ് വിമർശനങ്ങൾ. UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമായി അധ്യാപക സെലക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് തയ്യാറാക്കി റാങ്ക് പട്ടിക റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സിൻഡിക്കേറ്റ് അംഗം PS ഗോപകുമാർ ഫയൽ ചെയ്ത ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. UGC ചട്ടപ്രകാരം പുതിയ സെലക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് വീണ്ടും ഇന്റർവ്യൂ നടത്തി റാങ്ക് പട്ടിക തയ്യാറാക്കണമെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട്. അതായത് ഇടതുപക്ഷത്ത് നിൽക്കുന്ന അധ്യാപക സംഘടനയിലുള്ള അധ്യാപകരെ നിയമിച്ച്
വിദ്യാർത്ഥികൾക്ക് ഇഷ്ട രീതിയിൽ ഇന്റേണൽ മാർക്ക് കൊടുക്കാനും ഇഷ്ട രീതിയിൽ മാർക്കുകൾ കൊടുക്കാനും ചോദ്യപേപ്പറുകൾ ചോർച്ച നടത്താനുമൊക്കെയാണ് SFIയും അതുപോലെ തന്നെ CPMും DYFIയും ഒക്കെ ഇതിലൂടെ ഒരു പദ്ധതി ഇടുന്നതെന്ന് നമുക്ക് പറയാതെ ഒരു സംശയം ഇതിലൂടെ ഉന്നയിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.